കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ പ്ലാമൂട് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വളരെ വലിയ ഒരു ഫ്ലക്സ് ബോർഡ് കാണുന്നുണ്ട്. എന്നെ ആകർഷിച്ച ഒരു ഫ്ലക്സ് ബോർഡാണ്. നമ്മുടെ പ്രിയങ്കരനായ വേടൻ്റെ ഒരു നല്ല ചിത്രം മഹാത്മാ അയ്യങ്കാളി സ്ക്വയർ പ്ലാമൂടിന് സമീപം സ്ഥാപിച്ചിരിക്കുന്നു. മുമ്പ് കലാഭവൻ മണിക്കു വേണ്ടി ഉയർന്നതുപോലെ ഇപ്പോൾ ഇതാ വേടനു വേണ്ടി ഉയർന്നിരിക്കുന്നു. കലാഭവൻ മണി മരണപ്പെട്ടതിനു ശേഷമാണ് ആ ബോർഡ് ഉയർന്നതെങ്കിൽ ജീവിച്ചിരിക്കുന്ന വേടനു വേണ്ടി തന്നെ ഇതാ ബോർഡുകൾ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് തിരുവനന്തപുരത്ത് പ്ലാമൂട്ടിൽ മാത്രമുള്ള കാഴ്ചയാണെന്ന് കരുതരുത്. കേരളത്തിൽ എമ്പാടും ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വേടനോടുള്ള സ്നേഹം, ആദരവ്, ബഹുമാനം, വേടനോട് മനസ്സ് ചേർത്തു വെക്കുന്നവരെല്ലാം തന്നെ ബോർഡുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ കേരളം മുഴുവൻ ഈ വേടനെ വാഴ്ത്തിക്കൊണ്ടുള്ള ബോർഡുകൾ ഓരോ ജംഗ്ഷനിലും ഉയരാൻ പോവുകയാണ്. ഉത്തമരെല്ലാം എന്നെ കല്ലെറിഞ്ഞേ, ആ കല്ലുകൊണ്ടെൻ്റെ മുഖം മുറിഞ്ഞ ആ കല്ലു പെറുക്കി ഞാൻ തിരിച്ചെറിഞ്ഞേ. ഇതൊക്കെയാണ് വേടൻ പാടിപ്പാടി ഒരു വലിയ കൂട്ടത്തെ, ഒരു സമൂഹത്തെ ഇതാ ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങുന്നത്. ഇത് ഒരു തരംഗമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു വച്ചു. ആ തരംഗം അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വേടൻ്റെ നീക്കം മറ്റൊന്നിനുമല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണത്. ആ പ്രഖ്യാപനം ഏറ്റെടുക്കാൻ ഒരു വലിയ സമൂഹം വേടന് പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ തലപ്പാവിനെന്ത് തിളക്കം, നമ്മുടെ വേടൻ എന്ത് തിളക്കം, ഇതൊക്കെ പാടാൻ കഴിയുന്നത് വേടന് മാത്രമാണ്. പ്ലാമൂട് യൂണിയൻ ആണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്ലാമൂട് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ മനുഷ്യ സമൂഹത്തിനെയൊക്കെ വിളിച്ചുണർത്താൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയവർക്ക് വേണ്ടി വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ്. മഹാത്മാ അയ്യങ്കാളി തുടങ്ങിവെച്ച സാമൂഹിക വിപ്ലവം ഇപ്പോൾ വേടൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. തൻ്റെ പാതയിൽ വില്ലുവണ്ടിയേറി പായുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അജയ്യമായ മുന്നേറ്റം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വേടനെ കാണാൻ, വേടനെ തൊടാൻ, വേടനോട് സംസാരിക്കാൻ ഇപ്പോൾ എത്രയെത്ര ആളുകളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കണ്ടാൽ മതി, ഒന്ന് കേട്ടാൽ മതി. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ ചെറുപ്പക്കാരൻ ഇത് എത്ര വേഗമാണ് നേടിയെടുത്തിരിക്കുന്നത് എന്ന് കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെ ഒരു മുന്നേറ്റം കേരളത്തിൽ മുമ്പൊരിക്കലും ഒരാളിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നു. ഉത്തമരെല്ലാം എന്നെ കല്ലെറിഞ്ഞേ എന്ന് പറഞ്ഞാൽ ഉത്തമരായ ആളുകൾ എന്ന് സ്വയം മേനി നടിച്ചിരിക്കുന്നവർ താഴെ തട്ടിലെ മനുഷ്യന് നേരെ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നം ഉയർത്തുകയാണ്. നിങ്ങൾ ഞങ്ങളെ കല്ലുകൾ എറിഞ്ഞാൽ ആ കല്ലുകൾ കൂട്ടിവെച്ച് ഞങ്ങൾ ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തും എന്ന ഒരു ആഹ്വാനത്തിൻ്റെയും അജയ്യമായ ആ പോർവിളിയുടെയും ശബ്ദമാണത്. ഇപ്പോൾ കേരളം മുഴുവൻ അലയടിക്കുന്ന ഈ വേടൻ തരംഗം നമുക്ക് അഭിമാനിക്കാവുന്നതാണ് എന്ന് പറയാതെ വയ്യ. വേടൻ്റെ വാക്കുകളിൽ രാഷ്ട്രീയമുണ്ട്. വേടൻ്റെ വാക്കുകളിൽ സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. വേടൻ്റെ വാക്കുകളിൽ സ്നേഹവും സന്തോഷവും സമാധാനവുമുണ്ട്. വേടൻ ഒറ്റപ്പെട്ട് പോകുമെന്ന് കരുതിയവരെയെല്ലാം
മലർത്തി അടിച്ചുകൊണ്ട് തന്നെ വേടൻ്റെ മുന്നേറ്റം റോക്കറ്റ് വേഗത്തിലാണ്. ചില തൽപര കക്ഷികളൊക്കെ വേടനെ തള്ളിപ്പറയുന്നുണ്ട്, വേടന് പാലം വലിക്കുന്നുണ്ട്, വേടനെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുമ്പെട്ടവർക്കെല്ലാം തക്കതായ താക്കീതാണ് സമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. പുതുതലമുറ വേടൻ്റെ വാക്കുകൾക്ക് ഒപ്പം നിൽക്കുന്നു. വേടൻ്റെ വാക്കുകളിലെ രാഷ്ട്രീയം അവർ തിരിച്ചറിയുന്നു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെയും പ്രവർത്തകരെയും മുഴുവൻ ഈ വേടൻ്റെ മുന്നേറ്റം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ജെൻസി തലമുറ എന്ന നിലയിൽ തന്നെ വേടനെ ഒരു സമൂഹം ആഘോഷമാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറയുന്ന അധികാരം പിടിക്കാൻ രാഷ്ട്രീയമല്ല, നിലനിൽപ്പിൻ്റെ അതിജീവന കഥകളാണ് ഈ വേടൻ്റെ പാട്ടുകളിൽ ഉള്ളത്. തൃശ്ശൂരിലെ മുളങ്കുന്നത്ത് കാവിൽ പുലയള കോളനിയിലാണ് വേടൻ ജനിച്ചത്. അവിടെ ആയിരുന്നു വേടൻ്റെ കുടുംബവും. ശ്രീലങ്കയിൽ നിന്നെത്തിയ തമിഴ് വംശജയായിരുന്നു വേടൻ്റെ അമ്മ. കൂലിവേലക്കാരനാണ് അച്ഛൻ മുരളി. കറുപ്പിന് പെലക്കളറെന്നും മരിച്ചാൽ തൊണ്ട് തീണ്ടിക്കൂടാ എന്ന് പറയുന്ന അവസ്ഥയെ പെലയെന്നും വിളിക്കുന്നത് എന്തിനെന്ന് ചിന്തിച്ചു വളർന്ന ഹിരൺ ദാസിൻ്റെ കൗമാരമാണ് ഇപ്പോൾ കത്തിപ്പടർന്ന് കേരളമാകെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പറയുന്നു, ജാതി പറഞ്ഞു തന്നെ ഞാൻ ജാതിക്കെതിരെ പോരാടും. ഇതാണ് വേടൻ്റെ മുദ്രാവാക്യം. ജാതി പറഞ്ഞു തന്നെ ജാതിക്കെതിരെ പോരാടാൻ സമൂഹം ഒരു പുതിയ ആളിനെ കണ്ടെത്തിയിരിക്കുന്നു. സമൂഹത്തിൻ്റെ ചിന്തകൾ വേടനോടൊപ്പം ചലിക്കുന്നു. വേടൻ്റെ ഓരോ വാക്കുകളും അവർ പൊൻവാക്കുകളായി ഏറ്റെടുത്തിരിക്കുന്നു. വേടൻ ഒരു അലാറമാണെന്ന് പറയാം. സമൂഹത്തെ ഉണർത്താൻ വേണ്ടി ദൈവം കരുതലോടെ ഏൽപ്പിച്ച ഒരു അലാറം. ഈ അലാറം ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് പടർന്ന് പന്തലിക്കുന്നത് അഭിമാനത്തോടെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നു, യുവജനങ്ങൾ കാണുന്നു. ഒരു ഓർമ്മപ്പെടുത്തലായി തന്നെ ഇപ്പോൾ വേടൻ്റെ മുന്നേറ്റം കേരളം കുറിച്ചിടുകയാണ്. ഞാൻ പാണ സമുദായത്തിൽ പിറന്നവനാണ്. അമ്മമാരും മുത്തശ്ശിമാരും പകർന്ന പാട്ടും പറച്ചിലുമാണ് ഞാൻ പങ്കിടുന്നത്. ഞാനും ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ആർട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പേന പിടിക്കാൻ പോലും എനിക്കറിയില്ല. എനിക്കറിയുന്ന ആർട്ട് അറിയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു. ഒരു കലാകാരനാണെന്ന് ചിലരെങ്കിലും എന്നെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, എനിക്ക് അതുമാത്രം മതി. കലയ്ക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് വെള്ളം പോലെയാണ്. സംഗീതത്തിൽ വിശുദ്ധി വേണമെന്ന് പറഞ്ഞാൽ ആ വാക്കിനെയാണ് ആദ്യം പൊട്ടിച്ച് കളയേണ്ടത്. തൻ്റെ പാട്ടിനെക്കുറിച്ച് വേടൻ അങ്ങനെയാണ് വരച്ചിടുന്നത്. ഇപ്പോൾ വേടൻ്റെ ഈ മുന്നേറ്റത്തിൻ്റെ മുന്നിൽ കേരളത്തിലെ ചില തൽപര കക്ഷികൾ പകച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ വേടൻ തോൽക്കാനല്ല, ജയിക്കാൻ വേണ്ടി കച്ചകിട്ടിറങ്ങിയ ഒരു യുവാവാണ്. അവനൊപ്പം നിൽക്കാൻ കേരളത്തിലെ യുവജനതയുമുണ്ട്. വേടനെ തകർക്കാൻ ശ്രമിക്കുന്നവർ അറിയുക, വേടൻ അഗ്നിനാളം പോലെ ഓരോ തടസ്സപ്പെടുത്തലുകളിൽ നിന്നും കുതിച്ചുയരും. വെടിയുണ്ടയേക്കാൾ വേഗത്തിൽ വേടൻ്റെ വാക്കുകൾ ജനം ഏറ്റെടുക്കും. കേരളം ഇന്നല്ലെങ്കിൽ നാളെ വേടനെ ചേർത്തു പിടിക്കും. ഇന്ന് വേടൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ യുവസമൂഹം വേടനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ സംഭവം ഒരു തുടക്കമാണ്. വലിയ ഒരു നാളേക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ തുടക്കമേ ആയിട്ടുള്ളൂ. ഈ പ്ലാമൂട് നേരത്തെ നിങ്ങൾ കണ്ട ദൃശ്യത്തിൽ ഒരു ബോർഡ് കേരളത്തിലെ പല ഭാഗത്തേക്കും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ
വേടൻ്റെ ചിത്രം വെച്ച ബോർഡ് കേരളം വിട്ട് ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വേടൻ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമാണ്. ഈ ഇതിഹാസ നായകൻ നാളെ കേരളത്തിൻ്റെ ഒരു വലിയ ഭരണചക്രം തിരിക്കുന്ന ഒരാളായി വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം രാഷ്ട്രീയം മടുത്തു കഴിഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു പുതിയ തരംഗത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്, അസംതൃപ്തരായ സമൂഹം. ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയം ആർക്കും ഒരു തൃപ്തിയും നൽകാത്ത തരത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണ തൃപ്തിയുടെ പുതിയ മുദ്രാവാക്യങ്ങളുമായി വേടൻ പുനർജനിച്ചിരിക്കുന്നു. വേടൻ്റെ വരവിന് കയ്യടിക്കുന്നവരുടെ കൂടെ ഞങ്ങളുമുണ്ട്. ന്യൂസ് പ്ലസ് ചാനൽ.